ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വളരെ ടേസ്റ്റിയും വളരെ പോപ്പുലറായിട്ടുള്ള തലശ്ശേരി സ്റ്റൈലിലുള്ള തേങ്ങാമുറിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഈ ഒരു സ്നാക്കിന്. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ കുഞ്ഞു ബെല്ലൈക്കനൊന്ന് ക്ലിക്ക് ചെയ്യൂ, എങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോകാം. ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടി പുഴുങ്ങിയ മുട്ട വേണം. ഞാനിപ്പോൾ ഇവിടെ 2 പുഴുങ്ങിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു പാൻ വെക്കാം. ഒരു ഫില്ലിങ് തയ്യാറാക്കണം. അതിലോട്ടേക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ 2 മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി, ചെറിയൊരു പീസ് ഇഞ്ചി, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും, 2 തണ്ട് കറിവേപ്പില, ഇത്രയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റിൽ സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ സവാള ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. അതുവരെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. സവാള നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയതിന് ശേഷം ഇതിലോട്ടേക്ക് നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഞാനിപ്പോൾ ഇത്രയും പൊടികൾ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ട് നിങ്ങൾക്ക് മുളക് പൊടിയൊക്കെ ഇതിലോട്ടൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്ത് ആ പൊടികളുടെ പച്ചമണക്കൊന്ന് മാറി വന്നതിന് ശേഷം പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഞാൻ ചിക്കൻ്റെ ഫില്ലിങ് വെച്ചിട്ടാണ് ഈ ഒരു ഫില്ലിങ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ 50 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ടേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം വേവിച്ചതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അങ്ങനെ എടുത്തിട്ടുള്ള ചിക്കനാണിത്. അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നമ്മുടെ ചിക്കനും സവാളയൊക്കെ നന്നായിട്ട് കമ്പൈൻ ചെയ്ത് വരുന്നവരെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. ഇനി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പൊട്ടറ്റോ ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 2 മീഡിയം സൈസുള്ള പൊട്ടറ്റോ നന്നായിട്ട് പുഴുങ്ങിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുത്തതാണിത്. നന്നായിട്ട് ഉടച്ചെടുക്കണം. ആ ഉടച്ചെടുത്തിട്ടുള്ള പൊട്ടറ്റോ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോവും സവാളയൊക്കെ നന്നായിട്ട് തന്നെ മിക്സാക്കി കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫില്ലിങ് നമുക്ക് തണുക്കുന്നവരെ മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് വേണം. ഞാനിപ്പോൾ ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ ഇത്. പിന്നെ വേണ്ടത് കുറച്ച് മൈദ വേണം. ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മുട്ടയിലോട്ടേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നമ്മൾ കോൺഫ്ലവറും മുട്ടയും കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതെങ്ങനെ സെറ്റ് ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ പുഴുങ്ങിയ ഒരു മുട്ട എടുക്കാം. അതിനുശേഷം നമ്മുടെ ഒരു മൈദ മിക്സിലോട്ടേക്ക് ഇതൊന്ന് നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുക്കണം. ഈ മൈദ എന്തിനാ കോട്ട് ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ മൈദ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫില്ലിങ് വെക്കുമ്പോൾ നമ്മളെ മുട്ടയിലോട്ടേക്ക് നന്നായിട്ട് തന്നെ സ്റ്റിഫായിട്ട് നിൽക്കും കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് സ്ലിപ്പായിട്ട് വരും. അപ്പോൾ നന്നായിട്ട് തന്നെ മൈദ മുട്ടയിലോട്ടേക്ക് ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ. അപ്പം നന്നായിട്ട് തന്നെ മൈദയിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ആ ഒരു ചിക്കൻ്റെ ആ ഒരു ഫില്ലിങ് ഇല്ല, പൊട്ടറ്റോ ചിക്കൻ്റെ ഫില്ലിങ്, അതിൽ നിന്ന് ഒരു ബോളിൻ്റെ അത്രയുള്ള വലുപ്പത്തിൽ ചെറിയൊരു ബോളിൻ്റെ വലുപ്പത്തിലൊന്ന് എടുക്കുക. കൈവെള്ളയിൽ വെച്ച് വീഡിയോയിൽ കാണുന്നവരൊന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ തന്നെ നമ്മുടെ ഈ മുട്ട വെച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് തന്നെ കൂട്ടിയെടുക്കുക. നമ്മുടെ മുട്ട പുറത്ത് കാണാൻ പാടില്ല. ആ ഒരു നിലയിൽ നന്നായിട്ട് തന്നെ മിക്സ് വെച്ചൊന്ന് കവർ ചെയ്തെടുക്കണം.
നന്നായിട്ട് തന്നെ കവർ ചെയ്തതിന് ശേഷം ഇതുപോലെ കൈവെള്ളയിൽ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം കേട്ടോ. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക, എങ്കിൽ നമ്മുടെ മസാല മുട്ടയിലോട്ട് നന്നായിട്ട് പ്രസ്സായിട്ട് നിൽക്കുമല്ലോ. അപ്പോൾ നന്നായിട്ട് കൈവെള്ളയിൽ വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്ത് നമുക്കൊരു തേങ്ങയുടെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കണം. കണ്ടോ, ഈ ഒരു ഷേപ്പ് കണ്ടോ, ഒരു തേങ്ങയുടെ ഷേപ്പിലായി കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു മുട്ടയിലേക്ക് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മുട്ടയിലോട്ടേക്ക് ഒന്ന് നമ്മുടെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിലൊന്നും കൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. ബ്രെഡ് ക്രംസ് നമ്മുടെ ഈ ഒരു എല്ലാ ഭാഗത്തും, നമ്മുടെ ഈ ഒരു മിക്സിൻ്റെ എല്ലാ ഭാഗത്തും എത്തണം കേട്ടോ. കവർ ചെയ്ത് കിട്ടുന്ന നിലയിൽ വേണം നമ്മൾ മിക്സാക്കി എടുക്കാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ കോട്ടിങ്ങും കൊടുക്കാം കേട്ടോ. അതായത് നമ്മൾ ഒരു കോട്ടിങ് ചെയ്തതിന് ശേഷം വീണ്ടും മുട്ടയിൽ ഇട്ടതിന് ശേഷം വീണ്ടും ബ്രെഡ് ക്രംസിൽ കൂടി ഒന്നും കൂടി കോട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഡബിൾ കോട്ടിങ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യുന്നില്ല. കണ്ടോ, നമ്മളൊരു തേങ്ങാമുറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കി മറ്റേ മുട്ടയും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് രണ്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഫ്രൈ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ കുഴിയുള്ളൊരു ചീനച്ചട്ടിയോ അല്ലെങ്കിൽ പാനോ എടുക്കുക. നമ്മൾ ഡീപ്പ് ഫ്രൈ ആണ് കേട്ടോ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നമുക്കിത് കുറച്ച് ഓയിൽ വേണം. ഇനി ചൂടായ ഓയിലിലോട്ടേക്ക് നമ്മുടെ ഓരോ തേങ്ങാമുറി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്ന് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി എല്ലാ ഭാഗവും ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ കേട്ടോ. ഉള്ളിലൊക്കെ നല്ല കുക്കായതല്ലേ, പുറം മാത്രം ഒരു ബ്രൗൺ കളറായി കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ ഇതൊന്ന് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ തലശ്ശേരി സ്റ്റൈലിലുള്ള തേങ്ങാമുറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ മറ്റേതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ട് നമ്മുടെ തലശ്ശേരി സ്റ്റൈലിലുള്ള തേങ്ങാമുറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഒരു തേങ്ങയുടെ അതേ ഷേപ്പിൽ തന്നെയാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇതിന് തേങ്ങാമുറി എന്നുള്ള പേര് വന്നിട്ടുള്ളത്. നമുക്കിതിനെ കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉൾഭാഗം നോക്കാം. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല കഴിക്കാൻ തോന്നും. അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്, നല്ലൊരു വെറൈറ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ തന്നെ ഫാമിലിയും ഫ്രണ്ട്സുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. ഒരു വെറൈറ്റി സ്നാക്ക് കൂടിയാണ് കേട്ടോ ഇത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും താങ്ക് യു. കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും.